അത് ഈ കാണുന്നതാണ് നമ്മുടെ പുതിയൊരു ടാങ്ക്. നമ്മളെ വാതിലൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ അകം മാത്രമേ ടാങ്കിൻ്റെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 2 അടി പൊക്കമാണ്. പിന്നെ ഈ ടാങ്കിന് നല്ല രീതിയിൽ തന്നെ ഒരു ലീക്ക് ഉണ്ട് കേട്ടോ. അതായത് നല്ല ലീക്ക് ടാങ്കിനുണ്ട്. വലിയൊരു ജയിലിൻ്റെ അപ്ഡേഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഒരു കാശാണ് കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അലിഗേറ്ററിനെ നമ്മൾ വീണ്ടും അക്വേറിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാപ്പറ്റ് ചെന്നൈസ്. അന്നത്തെ നമ്മുടെ വീഡിയോ നിന്ന് വെച്ചിട്ടുണ്ടായില്ല, നമ്മളൊരു പുതിയൊരു ടാങ്ക് സെറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പം അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അപ്ഡേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരു ടാങ്ക് കൂടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ കെപ്പി ടാങ്ക് ക്ലീൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഓട് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു ടാങ്ക് സെറ്റ് ചെയ്യുന്ന റെഡിയാണ്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും പറഞ്ഞ് വഴി നേരെ വീട്ടിലേക്ക് കൊണ്ടുണ്ടോ. ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഇവിടെ ഒരു ഡോറ് ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷ് ടാങ്കും ഇതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഡോറ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേ ലൈറ്റ് ഇടാം. അപ്പോൾ എന്താ ഈ ഒരു ടാങ്ക്, അതായത് നമ്മൾ അലിഗേറ്ററിന് വളർത്തിക്കൊണ്ടിരുന്ന ഈ ഒരു മോൺസ്റ്റർ ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഡ്രമ്മ് മുറിച്ച് നമ്മൾ കട്ട് ചെയ്ത ടാങ്കാണ്. അതിന് നല്ല രീതിയിൽ തന്നെ ലീക്കുണ്ട്. അതായത് നമ്മൾ അവിടെ ഒട്ടിച്ചിരുന്ന MC ഇളകിപ്പോയി അലിഗേറ്ററിനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം വെള്ളം, ഇത്രയും വെള്ളം ടാങ്കിനകത്തുണ്ടായിരുന്നായിരുന്നു. ഈ ഒരളവ് ഈ കഴിഞ്ഞ വീഡിയോ, അതായത് നമ്മുടെ കെപ്പി ടാങ്ക് ക്ലീനിങ് വീഡിയോ കണ്ടവർക്കറിയാം, ഇത്രയും അളവിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ഒരു ദിവസം രാവിലെ വന്ന് നോക്കുമ്പം ഇത്രയുമേ വെള്ളമാണ്, അതായത് 4 ഇഞ്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സംഭവം എന്താ നോക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് MC ഇളകിപ്പോയിട്ട് വെള്ളം മൊത്തം എന്താ പറയുക വറ്റിപ്പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ സിമെൻറ്റ് വെച്ചൊന്ന് ചെയ്ത് നോക്കി, പക്ഷേ സിമെൻറ്റ് എന്നിട്ട് അവിടെ ഇരിക്കുന്നില്ല. നമ്മൾ MC വെച്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം സിമെൻറ്റ് ആയിരുന്നു. അപ്പോൾ സിമെൻറ്റ് അവിടെ നിന്ന് ഇളകിപ്പോയിട്ട് പിന്നെ നമ്മൾ MC വെച്ചിട്ട് ഈ ഒരു സൈഡ് നമ്മൾ സിമെൻറ്റ് ഇട്ട് ജസ്റ്റ് നോക്കി. പക്ഷെ നമ്മൾ ടാങ്ക് ഒന്ന് കഴുകുന്ന സമയത്ത് ശക്തിയിലൊന്ന് കഴുകുന്ന സിമെൻറ്റ് അല്ലേ, പ്ലാസ്റ്റിക്കിൽ ഇരിക്കാത്തതുകൊണ്ട് സിമെൻറ്റ് ഇങ്ങോട്ട് ഇളകിപ്പോയി. അതുകൊണ്ടാണ് സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇതിനിപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അലിഗേറ്ററുകാരുടെ ഇവിടെ വേണം. മഴയും പുറത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി മഴ പുറത്ത് പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടാങ്ക്, അതായത് ഞാൻ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടാങ്കാണ്. അതായത് സിമെൻറ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പുറം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. നമ്മൾ അകം മാത്രമേ ടാങ്കിൻ്റെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 2 അടി പൊക്കമാണ് നമ്മുടെ ടാങ്കിന് വരുന്നത്. 2 അടി പൊക്കവും പിന്നെ 2.5 അടി നീളവും പിന്നെ ഒരു 3 അടി 3.5 അടി 2 അടി പൊക്കവും 2.5 അടി വീതിയും 3.5 അടി നീളവുമാണ് നമ്മുടെ ടാങ്കിന് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ടാങ്ക് നമ്മൾ കംപ്ലീറ്റ്ലി പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ പൊളിച്ച് കളഞ്ഞ ഓടുകളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതായത് ഇവിടുത്തെ ടാങ്ക് നമ്മൾ പൊളിച്ച സമയത്തുള്ള ഓടുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുള്ളത്, അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരു കോഴിക്കാർപ്പിൻ്റെ ഒരു കുഞ്ഞിതുവരി എവിടെയോ നടപ്പുണ്ടായിരുന്നു. അപ്പം അതെ ഇവിടെ ഈ സൈഡിൽ കിടപ്പുണ്ടതേ കണ്ടല്ലോ. അപ്പം നമുക്ക് വേറെ ടാങ്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വെള്ളത്തിനകത്ത് തന്നെ അവനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവന് നാളെ ഒരു അടിപൊളി ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ടാങ്ക് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ഓർണമെൻ്റൽ വേണ്ടിട്ടുണ്ടെങ്കിൽ അറ്റങ്കിൽ മൈൻഡ് ഇല്ല, അതായത് ഗോൾഡ് ഫിഷും കോഴിക്കാർപ്പും പോലെയുള്ള മീനുകൾ ഇടാൻ. അത് എന്നാലും നമുക്ക് അത്യാവശ്യം ഇവിടെ സ്പേസ് ഇല്ലല്ലോ, അതായത് വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന ഹൈറ്റ്, ഇതിൻ്റെ ഒരു ഹൈറ്റ് എങ്കിലും നമ്മൾ മാക്സിമം ചെയ്യുന്നതാണ്. അപ്പം നമുക്കൊരു ഔട്ടും കൂടെ ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു ഫിൽറ്ററിനും കൂടെ ഉള്ള ഔട്ടാണ്. അപ്പം നമുക്കൊരു 4 മീറ്റർ അല്ലെങ്കിൽ ഒരു 2.5 മീറ്റർ ഓസും കൂടെ മേടിക്കണം. എന്നിട്ട് നമുക്ക് വളച്ചിട്ട്
ഇവിടെ ഒരു സംഭവം ചെയ്യാനുണ്ട്. പിന്നെ അത് മാത്രമല്ലാതെ നമുക്ക് വേറെ ഒരു 15 മീറ്റർ ഓസ് നമുക്ക് വേറെ മേടിക്കണം. അതായത് നമ്മൾ അകത്ത് സ്വിച്ച് ബോർഡിൽ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ടാങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ഓർത്തത് ഈ ഒരു ടാങ്കിന് ലീക്ക് ഉണ്ടെന്നാണ്. പക്ഷെ ടാങ്കിന് ലീക്ക് ഉണ്ട്. ഈ ഒരു ഇത്ര അളവിൽ വെള്ളം കിടക്കുമ്പോൾ അല്ല ലീക്ക്. നമ്മൾ ഫില്ലാക്കി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പോർഷനിൽ കൂടെ വെള്ളം ലീക്ക് ആകുന്നുണ്ട്. പക്ഷെ ഇപ്പം ലീക്ക് ആകുന്നില്ല. ഇച്ചിരിയും കൂടെ ഒരു 2 ഇഞ്ചും കൂടെ വെള്ളം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്ക് ലീക്ക് ആകും. അപ്പം നമുക്ക് അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവർഫ്ലോ ആയിരിക്കും. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് ഏത് മീൻ വേണമെന്ന്, അതായത് അതിൻ്റെ അകത്ത് നമുക്ക് ഏത് മീൻ ഇടണോ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അതനുസരിച്ചുള്ള മീൻ നമുക്ക് മേടിക്കാം കേട്ടോ. നമ്മുടെ അലിഗേറ്ററിന് ഇതിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ലീക്കായ സമയത്ത് നമ്മൾ ഇതിലോട്ട് മാറ്റിയതാണ്. അപ്പം ഇവിടെ ആ ഒരു ടാങ്ക് ഉണ്ടാക്കുന്ന വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. കാരണം അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരു 2 ദിവസം അല്ല 3 ദിവസം സമയം എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് തന്നെ അടി ചെയ്തപ്പോൾ ഏകദേശം സമയം ഒരു 3 മണി 4 മണി സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇനിയിപ്പം ഒന്നും കൂടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. കാരണം ഇവിടെയൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് തന്നെ കിടക്കുവാണ്. കാരണം ഇതൊക്കെ അടുക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു വൃത്തികേടാണ്. അപ്പം നമുക്ക് ഈ ഒരു ടേബിൾ മാറ്റാതെ ഈ ഒരു കസാര ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടാങ്ക് സെറ്റ് ചെയ്യണം ആയിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ടാങ്ക് സെറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു മോൺസ്റ്റർ ടാങ്കിലോട്ട്, അതായത് ഇപ്പം നമ്മൾ ഈ കിടക്കുന്ന ടാങ്കിലോട്ട് ഏത് മീൻ വേണമെന്ന് വെച്ചപ്പം കുറേ പേര് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ കമൻറ്റിലും ചെയ്തിട്ടുണ്ട് റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് അല്ലെങ്കിൽ ഓസ്കാർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ചോദിച്ച സമയത്ത് ഈ ഒരു അതായത് അലിഗേറ്റർ അല്ല ഷവൽനോസ് ഒരു 11-12 ഇഞ്ച് അടുപ്പിച്ചുണ്ട്. അതായത് 1 ഫീറ്റ് അടുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ അത്രയുള്ള റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷ് ഇപ്പം എന്തായാലും കുറച്ച് നാളാകും സ്റ്റോക്ക് വരാനൊക്കെയാണ് അവിടുത്തെ ഷോപ്പിലെ ഓണർ പറഞ്ഞത്. അപ്പം നമ്മൾ തീരുമാനിച്ചൊരു കാര്യം ഓസ്കാറിനെ മേടിച്ചിട്ട് കീപ്പ് ചെയ്യാനാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടാങ്കിനകത്തും ഏത് മീൻ വേണമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇത് മീനെ നമുക്ക് മേടിച്ച് സെറ്റാക്കാം. പിന്നെ ഇവിടുത്തെ ടാങ്കിൽ നമ്മൾ കോയി ഫിഷിനെ വളർത്തിയാലോ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതായത് അത്യാവശ്യം സൈസുള്ള കോയി ഫിഷിനെ വളർത്തിയാലോ എന്നുള്ള ഐഡിയ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫാൻ ടെയിൽ വേണോ വെയിൽ ടെയിൽ വേണോ അങ്ങനത്തെ കോയി ഫിഷസ് ഒക്കെ മേടിക്കുവാണെങ്കിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു ടാങ്ക് പൊളിച്ച സമയത്ത്, അതായത് നമ്മൾ ആ ഗപ്പി ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ടാങ്ക് അവിടെ നിന്ന് മാറ്റിയ സമയത്ത് നമുക്ക് 35 കൂടുതൽ ഓട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 35 കൂടുതൽ ഓട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓട് വെച്ചിട്ട് നമുക്ക് ഇവിടെ മൊത്തം സെറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു ഡോറ് ഇങ്ങനെ അവിടെ വെച്ചാലും ഇങ്ങോട്ട് പോരും കേട്ടോ. ഞാൻ പിടിച്ചിട്ടില്ല, കാരണം നമ്മൾ ഇവിടെ തേച്ചത് ശരിയല്ല. അതായത് ഈ ഒരു സാധനം തേച്ചത് ശരിയല്ല. അതുകൊണ്ട് നമുക്കിനിയിപ്പം ഈ ഒരു ടാങ്കൊക്കെ ഇറക്കിക്കൊണ്ട് പോകുന്ന സമയത്തും നമ്മൾ ടാങ്കൊക്കെ പണിയുന്ന സമയത്തും ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് ഈ ഒരു പീസ് ഇവിടെ ഇങ്ങനെ വെക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചാലേ അത് അവിടെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അല്ല നമുക്ക് തന്നെ പണിയാവും. അപ്പം തന്നെ നമ്മൾ അലിഗേറ്ററുകാരൊക്കെ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനിയിപ്പം തന്നെ അലിഗേറ്ററുകാരനെ പോലെ വേറെ ഏതെങ്കിലും മോൺസ്റ്റർ ഫിഷസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അതനുസരിച്ചിട്ടുള്ള മീനുകളൊക്കെ നമ്മൾ മേടിച്ചിട്ട് സെറ്റാക്കാനായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു അപ്ഡേഷൻസ് കാണിച്ചു തരാമെന്ന് ഓർത്താണ് ഈ ഒരു വീഡിയോ എടുത്തത്. കാരണം അതിൻ്റെ ആ ഒരു ടാങ്കിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ലായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. പിന്നെ നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പം ഈ ഒരു ടാങ്കിൽ നമുക്ക് അലിഗേറ്റർ ഉണ്ടാകാറാണ്. അല്ല നമുക്ക് വേറെ ഏതെങ്കിലും മോൺസ്റ്റർ ഫിഷസിന് നമുക്ക് മേടിച്ച് കീപ്പ് ചെയ്യാമായിരുന്നു. ഈ ഒരു അക്യൂറിയം ഉണ്ട് നമ്മൾ വീടിൻ്റെ അകത്തോട്ട് മാറ്റിയിട്ട് ഒരു നല്ലൊരു സെറ്റപ്പ് ആക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ടാങ്ക് മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ വരുന്ന വെള്ളിയാഴ്ച